നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിനെ കുറിച്ചാണ്. സോ നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി, വർക്കിംഗ് നോക്കി, അവിടെ ഏത് തരത്തിലുള്ള ഫ്രിഞ്ചസ് ആണ് ഒപ്റ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഏത് തരത്തിലായിരിക്കും? സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്ന സർക്കുലർ ഫ്രിഞ്ചസ് എന്തായിരിക്കാം? ഡാർക്ക് സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കാം, അതുപോലെ തന്നെ ബ്രൈറ്റ് സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും. അൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ നടക്കുന്ന കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ 2D cos θ = n+12 λ ആണ്. സോ ആ ഒരു ലൈറ്റ് റേ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സർക്കുലർ ഫ്രിഞ്ചും, നേരെ മറിച്ച് 2D cos θ = n λ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഒരു ലൈറ്റ് റേ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിക്റ്റ് ഇൻ്റർഫെറൻസ് ഒക്കെ ആവുകയും അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള സർക്കുലർ ഫ്രിഞ്ചും ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു ഈ മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിൽ ഈക്വൽ ഇൻക്ലിനേഷൻ ഫ്രിഞ്ചസ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെ, ഇൻക്ലിനേഷൻ എന്തായിരിക്കും? തീറ്റേനെ എന്തായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് 2D cos θ = എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സപ്പോസ് ആ ഒരു ഇൻക്ലിനേഷൻ =0 ആണെന്ന് വിചാരിക്കുക. അതായത് നോർമൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ θ = 0 ആകുമ്പോൾ cos θ will be = 1. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷനും മാറും. എങ്ങനെയായിരിക്കും? 2D = n+12 λ എന്നായിരിക്കും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ വരിക. അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ വരിക എന്താണ്? 2D = n λ എന്ന് പറഞ്ഞിട്ടാണ്. സോ നമുക്കറിയാം ഈ രണ്ട് ലൈറ്റ് റേയും M1 മൂവ് ചെയ്യുന്ന ലൈറ്റ് റേയും അതുപോലെ തന്നെ M2 മൂവ് ചെയ്യുന്ന ലൈറ്റ് റേയും എങ്ങനെയായിരിക്കും? നോർമലായിട്ടായിരിക്കും ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കിനി ഫെർദർ ആയിട്ടുള്ള കാൽക്കുലേഷനിൽ എന്ത് ചെയ്താൽ മതി? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിന് ഈ ഒരു കണ്ടീഷനും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിന് ഈ ഒരു കണ്ടീഷനും നമ്മൾ ചൂസ് ചെയ്താൽ മതി. മൈക്കൽസൺസ് ഇൻ്റർഫെറോമീറ്ററിൻ്റെ ഫിഗർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു G2 എന്ന് പറയുന്ന ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് അവിടെ യൂസ് ചെയ്യും. അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ G1-ൻ്റെ, അതായത് ബീം സ്പ്ലിറ്ററിൻ്റെ ബാക്ക് സർഫസിൽ നിന്ന് ഈ M1 മിററിലേക്കും M2 മിററിലേക്കും സെയിം ഡിസ്റ്റൻസിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ലൈറ്റ് റേ M1 പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ഈ ഒരു ബീം സ്പ്ലിറ്ററിൽ കൂടെ ഒരു തവണ ട്രാവൽ ചെയ്യുന്നുണ്ട്. M1 പോകുമ്പോൾ M1 റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സമയത്തും ആ ഒരു സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ആ ഒരു തിക്നെസ് തന്നെ വീണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് M1 പോകുന്ന ലൈറ്റ് റേ 2 തവണ ഈ ഒരു ബീം സ്പ്ലിറ്ററിനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ M2 പോകുന്ന ലൈറ്റ് റേ എടുത്ത് നോക്കിയാൽ അതെന്ത് ചെയ്യുന്നില്ല? ഒരു ബീം സ്പ്ലിറ്ററിനെ കടന്നു പോകുന്നില്ല. ആ ഒരു പാത്ത് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് എന്തായിരിക്കും? ബീം സ്പ്ലിറ്ററിൻ്റെ സെയിം തിക്നെസ്സും സെയിം മെറ്റീരിയലും ഉള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും എന്ത് നമ്മളൊരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതിനെന്തായിരിക്കും? ഒരു സെയിം തിക്നെസ്സും സെയിം മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലൈറ്റ് റേ 2 തവണ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ M1 പോകുന്ന ലൈറ്റ് റേ, ഫസ്റ്റ് ലൈറ്റ് റേക്ക് എത്രയാണോ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകുന്നത് അത് തന്നെ ഈ ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് വെക്കുന്ന കാരണം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു കോമ്പൻസേറ്റിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയുന്നത് കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് എന്നാണ്. മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് ഏത് തരത്തിലുള്ളതായിരിക്കും? ഒരു എക്സ്റ്റെൻഡഡ് ബ്രോഡ് ലൈറ്റ് സോഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുവഴി എന്ത് വരും? നമുക്ക് പാരലൽ റേസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് ആയിരിക്കും. അതായത് എന്ത് ചെയ്യില്ല? ഈ ഡിസ്റ്റൻസ് മാറും തോറും ആ ഒരു ഫ്രിഞ്ചസിൻ്റെ ഡിസ്റ്റൻസ് കൂടിയും കുറഞ്ഞുമായിട്ട് വരുന്നില്ല. എങ്ങനെയായിരിക്കും? ഈ ഒരു നമ്മൾ ടെലസ്കോപ്പ് മൂവ് ചെയ്താലും, ഫോർവേഡായിട്ട് മൂവ് ചെയ്താലും ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫ്രിഞ്ചസിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതെങ്ങനെയായിരിക്കും? ലോക്കലൈസ്ഡ് ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിനെ നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒരു ബീം സ്പ്ലിറ്റർ ഉണ്ട്, ഒരു കോമ്പൻസേറ്റിംഗ് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, 2 പ്ലെയിൻ പാരലൽ മിറേഴ്സ് ഉണ്ട്, M1 M2 ഉണ്ട്, ഒരു ടെലസ്കോപ്പ് ഉണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു M2 ഒരു
ഇമേജ് വെർച്വൽ ഇമേജ് എവിടെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, ഈ ഒരു M1നെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് മുന്നിലായിട്ട് ഇവിടെ M2ൻ്റെ ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യും. ഞാനതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന M2' എന്ന് പറഞ്ഞിട്ടാണ്. സോ ഈ M1ഉം M2'ഉം അവിടെ M2' എന്ന് പറയുന്നത് എന്താണ്, വെർച്വൽ ഇമേജ് ഓഫ് M2 ആണ്. അതായത് M2 അതിൻ്റെ അതേ വർക്ക് തന്നെയാണ്. M2 ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിൻ്റെ അതേ സെയിം വർക്ക് തന്നെയാണ് ഈ M2' ഇവിടെ ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഈ ഒരു M1ഉം അതുപോലെ തന്നെ ഈ M2' തമ്മിൽ ഒരു D ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇൻ ബിറ്റ്വീൻ ദീസ് ടു മിറേഴ്സ്, ഒന്ന് റിയൽ മിറർ M1 ആൻഡ് M2' എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ഓഫ് ദി മിറർ M2. ഇവർ രണ്ടും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു എയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സോ നമുക്കെന്ത് പറയാം, ദർ ഇസ് എ എയർ ഫിലിം ഓഫ് തിക്നെസ് D എന്ന് പറയാം. സോ ഇത് ഏത് കേസിൽ മാത്രമാണ്, ഈ M1ഉം M2യും പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ്. ഇവിടെ M1 M2 എന്താണ്, നമ്മൾ കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. സപ്പോസ് ഞാൻ ഈ M2നെ ഒന്ന് ടിൽറ്റ് ചെയ്യാണ്, ഒന്ന് ചെറുതായിട്ട് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയായിട്ട് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ M2ൻ്റെ ഈ വെർച്വൽ ഇമേജ് M2' ഇവിടെ ഫോം ചെയ്യുന്ന എന്തായിരിക്കും, വേരി ചെയ്യും അല്ലേ. സോ ഇതിൻ്റെ ഇവിടെ പൊസിഷനിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അവിടെ ഇമേജിന് ചേഞ്ച് വരും. സോ ഇൻ ബിറ്റ്വീൻ ദി M1 ആൻഡ് M2' അവിടെ D തിക്നെസ് ഉള്ള ഒരു എയർ ഫിലിം അല്ല ഫോം ചെയ്യുക. എന്താ ഫോം ചെയ്യുന്നത്, ഒരു വെഡ്ജ് ഫിലിമാണ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെയുള്ള ഈ ഒരു തിക്നെസ് D1 എന്ന് എടുക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള തിക്നെസ് D2 എന്ന് എടുക്കുകയാണെങ്കിൽ, ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത് ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള എയർ ഫിലിമാണ്. സോ നമ്മൾ പറഞ്ഞു, ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ്, ഈ മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്ററിൽ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് സർക്കുലർ ഫ്രിഞ്ചസ് ആണ്. എപ്പോൾ മാത്രം, M1ഉം M2യും പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന സമയത്ത് മാത്രം. ഇനി അതല്ല M2ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇമേജിന് ഒരു വ്യത്യാസം വരും. സോ അതുവഴി ഇവർ രണ്ടും തമ്മിൽ M1ഉം M2' തമ്മിലുള്ള എയർ ഗ്യാപ്പിൽ ഒരു തിൻ ഫിലിം അല്ല ഫോം ചെയ്യുക, ഒരു വെഡ്ജ് ഫിലിമാണ് ഫോം ചെയ്യുക. അതിനെന്ത് ചെയ്യും, തിക്നെസ് വേരി ചെയ്യും. സോ ഇങ്ങനെ തിക്നെസ് വേരി ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക, വെഡ്ജ് എന്ന് പറയുക. സോ നമുക്ക് പറയാം, എന്തായാലും അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രിഞ്ചസ് ആർ നിയർലി സ്ട്രെയിറ്റ് ബട്ട് സ്ലൈറ്റ്ലി കർവ്ഡ്. നമുക്ക് നിയർലി ഒന്ന് സ്ട്രെയിറ്റും അല്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കേർഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഒരു ഡാർക്ക് ഫ്രിഞ്ച്, ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച്, ഡാർക്ക്, ബ്രൈറ്റ്. സോ ഇത് ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് മാറും. ഈ M1നെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള, ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഫ്രിഞ്ചസ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഇനി ഇങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, ഈ സൈഡിലോട്ട് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. നമ്മൾ സാധാരണ മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് ഏതായിരിക്കും, മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആയിരിക്കും. നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ ഈ സോഡിയം വേപ്പർ ലാംപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ വർക്ക് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേസേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ലേസേഴ്സാണ് എന്ത് ചെയ്യുന്നത്, മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്ററിന് വേണ്ടിയിട്ട് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് അല്ലാതെ നമ്മൾ അവിടെ ഒരു വൈറ്റ് ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, സെൻറ്ററിൽ ഓഫ്കോഴ്സ് എന്താണ്, പാത്ത് ഡിഫറൻസ് 0 ആയതുകൊണ്ട് തന്നെ സെൻറ്ററിൽ എന്തായിരിക്കും, ഒരു ഡാർക്ക് ഫ്രിഞ്ച് ആയിരിക്കും ഫോം ചെയ്യുന്നതായിരിക്കുക. ആൻഡ് അതിന് നിയർ ബൈ ആയിട്ടുള്ള ഫ്രിഞ്ചസ്, സർക്കുലർ ഫ്രിഞ്ചസ്, ഈ M1ഉം M2യും എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന എന്തായിരിക്കും, സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും. സോ അതിൻ്റെ സെൻറ്റർ ഫ്രിഞ്ച് എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും, ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരിക്കും. ദെൻ അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആർ ഓഫ് എ ഫ്യൂ കളേർഡ് ഫ്രിഞ്ചസ്. അവിടെ ഫോം ചെയ്യുന്ന എന്തായിരിക്കും, കളേർഡ് ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സെൻറ്ററിലൊരു ഡാർക്ക് സ്പോട്ടും അതിന് ചുറ്റും എന്തായിരിക്കും, കളേർഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസും ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഫർദർ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ ഫ്രിഞ്ചസ് ഉണ്ടായിരിക്കില്ല, ഒരു എലിമിനേഷൻ പോലെ ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക.
മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്റർ ഒരുപാട് യൂസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. നമ്മൾ ഈ മൈക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൽ ഏത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് എമിറ്റഡ് ആവുന്നത്, ലാംഡയുടെ വാല്യൂ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഈ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ ഒരു മൈക്കൽസൺസ് ഇൻ്റർഫെറോമീറ്റർ ഈ ഒരു രീതിയിൽ, അതായത് M1ഉം M2ഉം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുക. അതിൻ്റെ പൊസിഷൻസ് ഏത് ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടുക, ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ M1ഉം M2ഉം പ്ലേസ് ചെയ്തിരിക്കണം ആൻഡ് T ഫോക്കസ് ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രിഞ്ചസ് എങ്ങനെയായിരിക്കും, സർക്കുലർ ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ സർക്കുലർ ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, 2D = n ലാംഡയാണ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കണ്ടീഷൻ വരുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഒരു ഫ്രിഞ്ച് ഇപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുവാണ്. ഈ ഒരു ഡിസ്റ്റൻസിൽ, അതായത് M1 M2ഉം ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ M2ൻ്റെ മിറർ ഇമേജ് ഇവിടെ കിട്ടുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതായത് M1 M2 തമ്മിലുള്ള M2' തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഡാർക്ക് ഫ്രിഞ്ചിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, 2D = n ലാംഡ ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ M1നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവബിൾ ആയിട്ടുള്ള മിററാണ്. സോ ബാക്ക്വേർഡ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ ഫോർവേഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ട് വരുമ്പോൾ ഈ G1നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബാക്ക് സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഞാൻ M1നെ ഒരു λ/2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യിപ്പിച്ചു. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഹാഫ് ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ലെങ്ത്ത് ഞാൻ ഈ M1നെ ബാക്ക് സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഇവിടെയാണ് M1 ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, λ/2 എന്ന് വയ്ക്കുക. സോ ഈ ഒരു കണ്ടീഷൻ 2D = n ലാംഡ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താവും, ഇവിടെ ഒരു പാസ് ഡിഫറൻസ് എക്സ്ട്രാ വരുന്ന കാരണം കൊണ്ട് എന്താ 2D നമുക്ക് എങ്ങനെ കിട്ടിയത്, D പോവാനും ആൻഡ് D വരാനും വേണ്ടിയിട്ട്. സോ ഇവിടെ ഒരു λ/2 ബാക്കിലോട്ട് പോകുന്ന വെച്ചാൽ ഇവിടെ എന്തായി, പോവാനുള്ള ഒരു ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ് എന്തായി കൂടി. D അല്ല, ഇവിടെ എന്ത് വരും, D + λ/2 എന്ന് വരും. തിരിച്ചു വരുന്ന സമയത്ത് എന്ത് വരും, D + λ/2 എന്ന് വരും. അതായത് 2D + λ/2 + λ/2 എന്താണ്, ലാംഡ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ച് എന്തായിരിക്കും, ഈ ഭാഗത്തും ഒരു λ/2 + λ/2 വരും. അതായത് ലാംഡ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n + 1 ഓഫ് ലാംഡ. അപ്പോൾ 2D = n ലാംഡ എന്ന് പറയുന്നത് nth ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കണ്ടീഷനും, എന്നിട്ട് ഞാൻ ഈ M1നെ ഒരു λ/2 ഡിസ്റ്റൻസ് ബാക്ക്വേർഡ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന ഫ്രിഞ്ചസ് എങ്ങനെയാണ്, 2D + λ = n + 1 ഓഫ് ലാംഡ എന്ന് പറയുന്ന ഡാർക്ക് ഫ്രിഞ്ചും ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഇത് ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് ഈ ഒരു M1ൻ്റെ പൊസിഷനിൽ എനിക്കൊരു ഡാർക്ക് ഫ്രിഞ്ച് ആയിരുന്നു കിട്ടിയത്. എന്നിട്ട് ഞാൻ ഈ ഒരു M1നെ ഒരു λ/2 ഡിസ്റ്റൻസ് ബാക്കിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന, ബാക്കിലോട്ട് ആ മൂവ് ചെയ്യിപ്പിക്കുന്നത് സ്ലോലി ഞാൻ ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് അവിടെ പിന്നെന്താ കിട്ടുന്നത്, λ/2 ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്താ കിട്ടുന്നത്, വീണ്ടും ഒരു ഡാർക്ക് ഫ്രിഞ്ചാണ് കിട്ടുന്നത്. ബട്ട് ഓഫ് ദി ഓർഡർ ഓഫ് n + 1. n + 1 ഓർഡറുള്ള വേറൊരു ഡാർക്ക് ഫ്രിഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു മിറർ M1 എന്ന് പറയുന്ന മിറർ ഞാൻ ബാക്കിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. ബാക്കിലോട്ടോ ഫോർവേഡോ ബാക്ക്വേർഡോ, ബട്ട് ഫോർവേഡ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ G1ലോട്ട് ഇടിക്കുന്നുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിലോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് വന്നു, അവിടെ ഒരു ഗ്യാപ്പ്, എയർ ഫിലിമിൻ്റെ തിക്നെസ്സിന് ഒരു ഡിഫറൻസ് വന്നു. സോ പാത്ത് ഡിഫറൻസ് ഓൾസോ ഗെറ്റ് ചേഞ്ച്ഡ് ആൻഡ് ചേഞ്ചസ് ഇൻടു 2D + λ = n + 1 ഓഫ് ലാംഡ. സോ എനിക്ക് അവിടെ എന്ത് മനസ്സിലായി, ഞാൻ ഈ M1നെ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു λ/2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നത് ഒരു സെൻറ്റർ ഫ്രിഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അപ്പിയർ ആവാം അല്ലെങ്കിൽ ഡിസപ്പിയർ ആവാം. അത് പോയിട്ട് λ/2 ഡിസ്റ്റൻസിലെത്തുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്നു.
സോ ഇത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഇടാം. ആ ഒരു ലിങ്ക് എന്ത് ചെയ്താൽ മതി, ഇരുന്ന് കണ്ടാൽ മതി. സോ അതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ കാണുന്നുണ്ട്. സോ അതും കൂടെ നിങ്ങൾ ഇതിനൊപ്പം തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയറായിട്ട് എന്താണ് കൺവേ ചെയ്യുന്ന പോയിന്റ് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിനി കൂടുതൽ ഈ ഒരു M1 മൂവ് ചെയ്യിപ്പിക്കുന്നത് λ/2 മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു λ/2 മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യും. സോ 2D പ്ലസ് ലാംഡ എന്നുള്ളത് ലാംഡ പ്ലസ് ലാംഡ എന്ന് വരും. കാരണം എന്താ, λ/2 പോവാനും λ/2 തിരിച്ചു വരാനും. സോ നമ്മളവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ എത്രയാണ്, ലാംഡയാണ്. സോ ലാംഡ പ്ലസ് ലാംഡ എന്ത് വരും, 2 ലാംഡ എന്ന് വരും. ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറും, n+2 ഓഫ് ലാംഡ എന്ന് മാറും. സോ അവിടെ നമുക്ക് എന്താ കിട്ടിയത്, വീണ്ടും ഒരു λ/2 ഡിസ്റ്റൻസ് ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നത്, അതായത് M1 മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എനിക്ക് കിട്ടുന്നതും ഒരു ഡാർക്ക് ഫ്രിഞ്ച് തന്നെയാണ്, ബട്ട് ഓഫ് ദി ഓർഡർ ഓഫ് n+2. സോ ഞാൻ ഈ M1 മൂവ് ചെയ്യിപ്പിക്കും തോറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർക്കുലർ ഫ്രിഞ്ചസ് സെൻറ്ററിലോട്ട് അപ്പിയർ ആവുകയോ ഡിസപ്പിയർ ആവുകയോ ചെയ്യുന്നുണ്ട്. അതായത് if the mirror M1 is moved forward or backward, the circular fringes appear or disappear at the center. സോ എന്ത് ചെയ്യാണ്, ഈ ഒരു M1 എന്ന് പറയുന്ന മിറർ ഒരു D ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എന്ത് ചെയ്യും, സെൻറ്ററിലോട്ട് അപ്പിയർ ആവുകയോ ഡിസപ്പിയർ ആവുകയോ ചെയ്യും. അത് എത്ര ഫ്രിഞ്ചസ് ആണ്, 2, 3, 4, 5 അങ്ങനെ എത്ര ഫ്രിഞ്ചസ് ആണ് എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്ത് വെക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു തിക്നെസ് ഈ ഒരു M1ഉം M2' തമ്മിലുള്ള, അതായത് M2 തന്നെയാണ്, അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് D1 ആണെന്ന് എടുക്കാം. ഇനീഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ M1 ആൻഡ് M2 എന്തായിട്ട് എടുക്കുകയാണ്, D ആയിട്ട് എടുക്കുകയാണ്, D1 ആയിട്ട് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചിന്റെ കണ്ടീഷൻ, അവിടെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ച് ഓഫ് ദി ഓർഡർ ഓഫ് M1 എന്ന് കൺസിഡർ ചെയ്യാം. സോ രണ്ട് മിറേഴ്സ് M1 M2 തമ്മിലുള്ള എയർ ഗ്യാപ്പിന്റെ തിക്നെസ് D1 ആണ്, ഇനീഷ്യൽ തിക്നെസ് D1 ആണ്. അവിടെ എനിക്ക് ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസിന്റെ ഓർഡർ M1 ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എന്ത് വരും, 2D = M1 ലാംഡ എന്ന് വരും അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, D ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, എനിക്കപ്പോൾ അവിടെ തിക്നെസ് ചേഞ്ച് ചെയ്തു. ആ ഒരു ചേഞ്ച് തിക്നെസ് D2 ആണ്. എനിക്ക് അവിടെ കിട്ടിയ ഫ്രിഞ്ചിന്റെ ഓർഡർ എന്ന് പറയുന്നത് M2 ആണെന്ന് കരുതാം. സോ എനിക്ക് അവിടുത്തെ കണ്ടീഷൻ എന്തായിട്ട് എഴുതാം, 2D2 = M2 ലാംഡ എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുകയാണെങ്കിൽ 2 - 1 ചെയ്യുമ്പോൾ എന്ത് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഓഫ് D2 - D1 എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാംഡ ഓഫ് M2 - M1 എന്ന് വരും. സോ നമുക്ക് എന്താ പറയാം, ഈ ഒരു D2 - D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഇനീഷ്യൽ തിക്നെസ് D1 ആണ്, ഫൈനൽ ഡിസ്റ്റൻസ് D2 ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, D ആണ്. സോ നമുക്ക് എന്താ എഴുതാം, 2D എന്ന് പറയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്. റൈറ്റ് ഹാൻഡ് സൈഡ് M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ അതിൻ്റെ ഓർഡർ എത്രയായിരുന്നു, അതിപ്പോൾ M1 ആണ്. ഫൈനൽ അതിൻ്റെ ഓർഡർ M2 ആണെന്നുണ്ടെങ്കിൽ M2 - M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, D ഡിസ്റ്റൻസ് ഞാൻ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എത്ര നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ടെലസ്കോപ്പിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂവിനെ ക്രോസ് ചെയ്തത് എന്നുള്ളതിൻ്റെ കൗണ്ട് ആയിരിക്കും എന്തുണ്ടായിരിക്കുക, N2 - M1 ഉണ്ടായിരിക്കുക. സോ എനിക്ക് അവിടെ എന്ത് ചെയ്താം, N എന്ന് എഴുതാം. സോ ലാംഡ എനിക്കപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറി, 2D = N ലാംഡ എന്ന് മാറി. സോ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ M1 മൂവ് ചെയ്യിപ്പിച്ച ഡിസ്റ്റൻസ് ആൻഡ് ക്യാപിറ്റൽ N എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസിംഗ് ദി ഫീൽഡ് വ്യൂ ഓഫ് ടെലിസ്കോപ്പ്. നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്യുമ്പോൾ ഇത്ര നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് അവിടെ ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ആ നമ്പർ ഓഫ് ഫ്രിഞ്ചസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ N വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാംഡയാണ്, മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം, 2D / N എന്ന് എഴുതാം. സോ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടി, ലാംഡ = 2D / N. സോ
നമുക്ക് എന്ത് ചെയ്യാം, മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, M1 എന്ന് പറയുന്ന മീറ്ററിനെ D എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അപ്പോൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, M1ൻ്റെ അവിടെ ആയിട്ട് നമ്മളൊരു മൈക്രോമീറ്റർ സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ മൂവ് ചെയ്യിപ്പിച്ച ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ D ഡിസ്റ്റൻസ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത് തന്നെ മെഷർ ചെയ്യാം. ആൻഡ് എന്നു വെച്ചാൽ നമ്മൾ ടെലിസ്കോപ്പ് കൂടെ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് ക്രോസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യുകയും ചെയ്യാം. സോ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ഡിയും എന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2D/n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ഓഫ് മൈക്കിൾസൺ ഇൻറ്റർഫെറോമീറ്റർ.